ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളെ ചങ്ങായിമാർക്കും കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എടുത്ത് പറയാനുള്ളത് ഒരുപാടുണ്ട്. അത് ഞാൻ എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ വേറെ ലെവലിലാണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൊടുക്കാം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെക്കുക. അതിലൊക്കെ ഷോർട്സ് വീഡിയോ എന്തായാലും വരുന്നതാണ്. ഞാൻ നാളെ വൈകുന്നേരം ആണ്, ഞായറാഴ്ചയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ശനിയാഴ്ച തന്നെ പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ്. ബാംഗ്ലൂർ ടു കാശ്മീർ ഞായറാഴ്ച രാവിലെ 7 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലേക്ക് വൈകുന്നേരം പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ സാധനങ്ങൾ ചെയ്യാണ്ട്. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ എനിക്ക് വീഡിയോ ഇടാനൊന്നും സാധിച്ചിട്ടില്ല. എൻ്റെ ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് 1 മാസം കഴിഞ്ഞു. ഇപ്പം ഞാൻ ലാപ്പിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കന്മാരുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ള, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിച്ച ആളുകൾക്കും മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നമ്മള് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാശ്മീരിലേക്ക് പോകുക എന്ന്. വീട്ടിൽ നിന്നുമെല്ലാം റെഡിയായി ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ നിൽക്കുകയാണ്. അവിടെ നിന്നും ലഗേജൊക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര? ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ ടു കാശ്മീർന. കാശ്മീരിൽ ഒരുപാട് കാണാനുണ്ട്. ഞാൻ ഹിന്ദി സിനിമകളിൽ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഹിന്ദി ഗാനമുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ആദ്യമായി ടിവിയിലൂടെ കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നത്. എന്റെ യാത്ര അങ്ങോട്ടാകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് സാധിച്ചു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടുപോയെന്ന്. എന്റെ തൊട്ടു ബാക്കിലിരിക്കുന്നത് മലയാളിയാണ്. അദ്ദേഹത്തിനോട്, ഒരു യൂട്യൂബാണോ എങ്കിൽ ഞാൻ സൈഡ് സീറ്റ് മാറിത്തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ആ ചേച്ചി എനിക്ക് ആ സീറ്റ് ഒഴിഞ്ഞതെന്ന് സീറ്റിലേക്ക് ആ ചേച്ചി മാറിയിരുന്നു. പറയാൻ പലതവണ ശ്രമിച്ച എങ്കിലും അത് നടന്നില്ല. അവസാനം ട്രാൻസ്ലേഷൻ ചെയ്ത ഞാൻ അവർക്ക് എങ്ങനെ പറഞ്ഞു നൽകി, മൊബൈലിൽ കാണിച്ചുകൊടുത്തു എന്നെയും സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. മൊബൈൽ പുറത്തോട്ട് പിടിച്ചു തന്നെ ഇരുന്നു. കുറേ സമയം, നമുക്ക് 3 മണിക്കൂറും 35 മിനിറ്റും ഉണ്ട്. ഞാൻ കേറിയപ്പം മുതൽ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ഏറ്റെടുത്ത് ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നും സീറ്റിലേക്ക് മാറിത്തരാം, നീ ഈ സീറ്റിലേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചി ഇരുന്നിരുന്ന സീറ്റിലേക്ക് എന്നോടിരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ക്യാമറ പുറത്തോട്ട് പിടിച്ചു തന്നെ കുറേ നേരം നിന്നു. ഏകദേശം 3 മണിക്കൂർ 35 മിനിറ്റ് വരെ പിടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകാശത്തിലേക്ക് പൊങ്ങി. ചേച്ചിയോട് ഒരുപാട് കഥകളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിന്ദി സിനിമയിലെ ഗാനങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന മലയാളത്തിൽ. ഞാൻ മലയാളത്തിൽ പാടുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുപോലും എനിക്കറിയില്ല. എങ്കിലും എന്റെ തൊട്ടു ബാക്കിലിരിക്കുന്നത് മലയാളിയാണ്. അദ്ദേഹം ഹിന്ദിയിലേക്ക് അത് മാറ്റി പാടി നൽകി. ഹിന്ദിയിൽ പാടി നൽകുമ്പോൾ ചേച്ചിക്ക് ഏറെ മനസ്സിലാകും. അതിനുശേഷം കൊടുക്കും ചേച്ചി. അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതി പറഞ്ഞു. സൂപ്പർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ആയിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന, എനിക്ക് വേണ്ട, നീ കഴിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദിയിൽ പറഞ്ഞു. എന്റെ തൊട്ടു ബാക്കിലുണ്ടായിരുന്ന മലയാളി എനിക്കത് മലയാളത്തിൽ മനസ്സിലാക്കി തന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെവിടെയാണ്? ഞാൻ പറഞ്ഞു, മലപ്പുറം. മലപ്പുറത്തെവിടെയാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. മലപ്പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതെങ്ങനെ, കൊച്ചുനാളിൽ വന്നതാണ്, ഇനിയെങ്കിലും എനിക്കങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളിരിക്കുകയായിരുന്നു. ചേച്ചിക്ക് ഒരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞാണെങ്കിൽ ഞാൻ ഇരുന്നിരുന്നു സീറ്റിലായിരുന്നു. ആ കുഞ്ഞിനെ മാറ്റിത്തരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞു, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു.
ഞാൻ ഷൂട്ട് ചെയ്യുന്നിടയിൽ എനിക്ക് ക്യാമറ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ചേച്ചിയുടെ നാടെവിടെയാണ് ഒക്കെ ചോദിച്ചു. അറിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹിന്ദിക്കാരിയെ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെടുന്നത്. ചേച്ചിയോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവർ നാട്ടിൽ ബാംഗ്ലൂരിൽ തന്നെയാണോ? ഒരുപാട് കാലമായി മുംബൈയിലായിരുന്നു. പിന്നീട് അവളിൽ നിന്നും ഒരു ബാംഗ്ലൂരിലേക്ക് താമസം മാറിയതാണ്. ഏകദേശം 1 മാസമായി എന്നൊക്കെയാണ് ഹിന്ദിയിൽ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിലെ മലയാളി എനിക്ക് മനസ്സിലാക്കി തന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് ചേച്ചിക്ക് മനസ്സിലായി. എനിക്കത് വ്യക്തമാകാത്തതുകൊണ്ട് ബാക്കിലുണ്ടായിരുന്ന മലയാളി എനിക്ക് പറഞ്ഞു നൽകി. നീ സീറ്റ് ബെൽറ്റ് ഊരണം, അതുപോലെ എണീച്ചു നിൽക്കരുത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം കേട്ട് വിമാനത്തിൽ ഞാൻ ഇരുന്നിരുന്ന സീറ്റിൽ തന്നെ ഇരുന്നു. ചേച്ചിയോട് യാത്ര പറഞ്ഞു. ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. ഇനി എവിടെ വെച്ചെങ്കിലും ചേച്ചിയെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വിമാനം ലാൻഡ് ചെയ്യാനുള്ള സമയത്തിലാണ്. അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദിയൊക്കെ പറഞ്ഞു പിരിയുന്ന സമയത്ത് ഞാൻ ചേച്ചിയോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ചേച്ചി, നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം. എന്റെ ഒരുപാട് കഥകൾ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ കണ്ണു നിറഞ്ഞു. അവസാനം ചേച്ചി ഒരുപാട് കാര്യം. ഞങ്ങൾ ഇറങ്ങാനുള്ള തിരക്കിലാണ്. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്.